തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നും ബിജെപിക്കും ആർഎസ്എസിനും സുരേഷ് ഗോപിക്കും അതിൽ പങ്കുണ്ടെന്നും മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. തൃശൂർ രാമനിലയത്തിലായിരുന്നു മലപ്പുറം അഡീഷണൽ എസ്.പിയുടെ നേതൃത്വത്തിൽ മൊഴിയെടുപ്പ് നടന്നത്. പൂരം അലങ്കോലപ്പെടുത്താൻ നടന്ന ശ്രമങ്ങൾ സംബന്ധിച്ച തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് കൈമാറിയതായി വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തിന് പിന്നിൽ ബിജെപി ആർഎസ്എസ് ഗൂഢാലോചനയുണ്ട്. സുരേഷ് ഗോപിക്കും സംഭവത്തിൽ പങ്കുണ്ട്. ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വെടിക്കെട്ട് നിർത്തിവച്ചതിലും പന്തല്ലേറ്റ് അണച്ചതിലും സുരേഷ് ഗോപിയെ സ്ഥലത്തെത്തിച്ചതിലും എല്ലാം ഗൂഢാലോചനയുണ്ട്. അതിന് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്താനാവില്ലെന്നും ചില വ്യക്തികളാണ് ഇതിന് പിന്നിലെന്നും സുനിൽകുമാർ പറഞ്ഞു. എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളും എനിക്ക് പറയാനുള്ള കാര്യങ്ങളും പറയാൻ വേണ്ടിയുള്ള അവസരമാണ് ഇന്ന് ഉണ്ടായത്. അപ്പോൾ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും, അതായത് തൃശ്ശൂർ പൂരം അന്ന് രാത്രി ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ, വെടിക്കെട്ട് വൈകിയത്, പൂരം അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം കേവലം ചടങ്ങുകളാക്കി മാത്രം മാറ്റിയത്, മേളം നിർത്തിവെച്ചത്, അതുപോലെ വെടിക്കെട്ട് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചത്, പന്തലിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തുൾപ്പെടെയുള്ള ആ അനിഷ്ട സംഭവങ്ങൾക്കിടയാക്കിയ സാഹചര്യങ്ങളെപ്പറ്റി കൃത്യമായ അറിവുകൾ, എനിക്ക് കിട്ടിയ അറിവുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള ബിജെപി ആർഎസ്എസ് വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള അതിനകത്തുണ്ടായ നേതാക്കന്മാരുടെ പങ്കാളിത്തം. സംഭവസ്ഥലത്തെ സുരേഷ് ഗോപിയുടെയും ആർഎസ്എസ് നേതാക്കളുടെയും സാന്നിധ്യം തിരിച്ചറിയാൻ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്വേഷണവുമായി തുടർന്നും സഹകരിക്കുമെന്നും ആവശ്യപ്പെട്ടാൽ വീണ്ടും മൊഴി നൽകുമെന്നും സുനിൽകുമാർ വ്യക്തമാക്കി. സംഭവത്തിൽ അന്വേഷണം നടത്തുന്ന മലപ്പുറം അഡീഷണൽ എസ്.പിയുടെ നേതൃത്വത്തിൽ മൊഴിയെടുപ്പ് വരും ദിവസങ്ങളിലും തുടരും. സിസിടിവി ന്യൂസ്, കേച്ചേരി.